എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാൻ പാട്ട് പാടാൻ പോവുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളൊരു ഫംഗ്ഷന് പോവാൻ വേണ്ടിട്ട് പോവാണ്, അല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ ഇന്ന് നമ്മുടെ മീനു ലക്ഷ്മിയുടെ വളകാപ്പാണ്. വളകാപ്പ് എന്താന്ന് പറഞ്ഞു തരാം രാമോട്ട. വളകാപ്പ് എന്താന്ന് അറിഞ്ഞൂടെ? നടത്തണോ എനിക്ക്? അപ്പൊ അവരറിയാനിട്ടല്ല. അപ്പൊ ഗൈസ്, ഞാൻ ദാ റെഡിയൊക്കെ ആയി, നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഉള്ളത് എവിടെയാ? തിരുവല്ലയിലാണ്. വളരെ അടുത്താണ്, നമുക്ക് ഇവിടെ ഒരു 3 മണിക്കൂറേ ഉള്ളൂ വളകാപ്പ്. ഇല്ല, ഞാൻ അതുകൊണ്ടൊന്നും പറയാൻ നിൽക്കാനുള്ള. രാമൂട്ട മാപ്പ് എന്ത് കാണിച്ചായിരുന്നു അതുപോലെ പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട് എന്റെ ലുക്ക്? അപ്പൊ ഞാനൊരു സിമ്പിൾ സാരി ലുക്കാണ് വിചാരിച്ചേക്കുന്നത്. ഗൈസ്, ഞാൻ രാമൂട്ടിനും സുന്ദരനായിട്ടുണ്ട് പറഞ്ഞേക്കോ. ഞാനൊന്ന് തോടാ കട്ട്കറോ എന്നുള്ള രീതി തോടാന്ന് പറഞ്ഞതാ. ചെങ്ങായി മുറിച്ചത് തോട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. തോട് പോലെ ആക്കിയിട്ടാണോ തോടാന്ന് പറയണത്? അപ്പൊ എന്നെ ഇത്ര നന്നായിട്ട് റെഡിയാക്കി തന്നത് നമ്മുടെ ആഗ്രഹമാണ് കേട്ടോ. എങ്ങനെയായിരുന്നു അറിയോ എന്റെ പോലെ കണ്ടിട്ട്? അപ്പൊ ഗൈസ്, നമ്മളിതാ മേക്കപ്പിലാണ്. അപ്പൊ ഇന്നെ മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് AR മേക്ക് ഓവർ ആതിരയാണ്. അപ്പൊ ആതിരയുടെ നിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ വിമൻസ് ഡേക്ക് ചെയ്ത വ്ളോഗിന്റെ മേക്കപ്പ് അടിപൊളിയായിരുന്നു. ഒരുപാട് പേര് എനിക്ക് കോംപ്ലിമെന്റ് ചെയ്തു. സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ്, നമുക്ക് ഫൈനൽ ലുക്ക് എന്താണെന്ന് കാണാം. ഓക്കെ, അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഹലോ, പോവാ. അപ്പൊ നമുക്ക് വളകാപ്പിന് പോവാം. അപ്പൊ നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ എനിക്ക് മേക്ക് ഓവർ ചെയ്ത് തന്നത്. അപ്പൊ പെട്ടെന്ന് ഞാൻ വേഗം വരാൻ പറയുമ്പോൾ പുള്ളിക്കാരത്തി വേഗം വന്നിട്ട് നമുക്ക് ചെയ്തു തന്നിട്ട് പോയതാട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് അവിടെ വരെ പോകുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. എല്ലാവരും അങ്ങോട്ടേക്ക് നമ്മൾ ആദ്യം ഇടിച്ചിട്ട് നേരത്തെ ഇറങ്ങി. കാര്യമില്ല 6 മണിക്കാണ് പരിപാടി, പക്ഷെ റീച്ച് ആവുന്നത് 6:20 എന്നാണ് ഇപ്പൊ കാണിക്കുന്നത്. രാമുണ്ണത് ഓട്ടത്തിൽ പിടിക്കും അല്ല പിന്നെ ഓട്ടത്തിൽ പിടിക്കും. ഞാനാരാ സത്യം പറയുന്ന മീനുവിന്റെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹൗസ് വാമിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊന്നും എനിക്ക് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എടാ ഞാൻ എന്തായാലും വളകാപ്പിന് വന്നേക്കാം. ഞാൻ എന്നോട് പറയായിരുന്നു രാമുണ്ണിനെ കൊണ്ടുപോട്ടു, കാരണം ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല ഇവര്. അതെ, ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പല ഇൻഫ്ലുവൻസേഴ്സിന്റെ മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഇവര് തമ്മിൽ കണ്ടിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു എന്തായാലും രാമുണ്ണിനെ കൊണ്ടുവരണം, വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അല്ല ഇല്ല ഗൈസ്, സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ എന്നോട് എല്ലാരും ഫസ്റ്റ് ചോദിക്കുന്നവനെ പറ്റിട്ടാ, ചേച്ചി രാമുണ്ണിന്റെ എവിടെയെന്ന്. ഇവിടെ എന്നെ പോലും തിരിച്ചറിയാത്തവരാണെന്നെ അവർ ആദ്യം എന്താ ഇവക്ക് ചിലപ്പോ കൺവേർഷൻ എഴുതിയിട്ടില്ലെങ്കിലോ ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലോ ഇവളെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ മാസ്കും വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ആരെയും കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത് ആൾക്കാരെ കാണുന്നവർക്ക് പേടിയാ. ഞാൻ സത്യം പറയും, അല്ലേ എല്ലാം ചാടാന്നെല്ലാം വിചാരിക്കും. സംഭവം ആൾക്കാര് എന്താ പറയുന്നതാണ്. എന്നിട്ട് ഇവള് മാസ്കും വെച്ച്, എന്തിനാ വണ്ടിക്കകത്ത് ഒരു ലോഡ് മാസ്കും വെച്ച് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മാസ്കും വെച്ചിട്ട് ആൾക്കാര് തിരിച്ചറിയാത്ത രീതിയിൽ നടക്കും. ആരുടെ കൂടെ? എന്റെ കൂടെ. ഞാനിങ്ങനെ ഞാൻ കൂടെ നടക്കുമ്പോ ആൾക്കാർ പിടിക്കുക. അല്ല ഗൈസ്, വേറൊന്നുമല്ല, ഞാൻ എപ്പോഴും അങ്ങനെ റെഡിയായി നടക്കലൊന്നുമില്ല. എനിക്ക് എന്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട്. അതായത് ഒന്നും ചെയ്യാതെ കുളിക്കാത്ത പോലെ ആയിട്ട് നടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ റെഡിയാവലില്ല. അപ്പൊ അങ്ങനെ ആരും കണ്ടിട്ട് അയ്യേ ഇവിടെ ഇങ്ങനെയാണോ എന്നുള്ളൊരു സാധനം വെറുതെ വരണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ മാസ്ക് ഇട്ട് കിടക്കും. പക്ഷെ ഈ മാസ്ക് ഇട്ട് കിടക്കണത് എന്റെ കൂടെയാണെന്നുള്ള സത്യം, നഗ്നമായ സത്യം ഞാൻ ചില സമയത്ത് മറന്നു. രാമുണ്ടെ വന്ന് സംസാരിച്ചാലും ചേച്ചി ഇത് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് എന്നെ മനസ്സിലായില്ലേ, അത് പിന്നെ രാമുണ്ണുള്ളപ്പോ മനസ്സിലാവൂലേ എന്ന് പറയാറുണ്ട്. ഇവനാണല്ലോ എനിക്ക് ക്ഷാമം. ഇനി ഇവനെ കൊണ്ട് ഒരു മാസ്ക് ഇടിക്കണം, ഇവനെ കൊണ്ട് ഒരു മാസ്ക് ഇടിച്ചാൽ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഒരു ജ്യൂസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, എന്തെങ്കിലും കൂടെ കഴിക്കാം അല്ലെ രാമുട്ട? എവിടെയെങ്കിലും നിർത്താ ഒരു സെക്കൻഡ് റോട്ടിലങ്ങ് നിർത്താനാ. പോന്ന വഴിക്ക് കാണുമ്പോ എല്ലാം അടക്ക്. അടുത്ത സൈഡിൽ നല്ലൊരു ഹോട്ടൽ വരുമ്പോ നീ പറ നിർത്താം. ഒന്നും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തോപ്പുംപടിയിൽ ഇവിടെ കുറെ ഒരു ഫുഡ് ഷോപ്സ് ഉണ്ട്, ഫുഡ് സ്റ്റോളുകൾ ഉണ്ട്. അപ്പൊ അവിടെ കയറിയിട്ട് എന്താ രാമുട്ട പറഞ്ഞ ഷവർമ ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ
അവിടെ എത്തുമ്പത്തേക്കും മതിയല്ലോ. ബാക്കി അവിടെ കഴിക്കാം. കഴിക്കാലോ. എനിക്ക് ഈ ഇഷ്ടത്തെ പരിപാടി എന്താണെന്നറിയോ? മേക്കപ്പ് ചെയ്ത് ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് കഴിക്കണ പരിപാടി. നോക്കിയേ, ഇതെങ്ങനെ ഈ ചുണ്ടിന്റെ താഴെ ലിപ്സ്റ്റിക് ആയത് എനിക്കറിയാൻ പാടില്ല മുട്ടോ. എന്നാലും ഞാൻ കഴിക്കും. നമ്മള് പലതരത്തിലുള്ള ഷവർമ വന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇട്ട ഷവർമ. നീ ലിപ്സ്റ്റിക്കാ മൊത്തം തിന്നുന്നേ. ആ നോക്കിയാ കാണുന്നുണ്ടോ? ഇതെങ്ങനെയൊക്കെ മായ്ക്കും മുഖത്തുനിന്ന്. ഇതെന്ത് ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്ന മിഷ്യനാ നീ? അതെ, ലിപ്സ്റ്റിക് അല്ല, ലിപ്സ്റ്റിക്. എന്ത് തേങ്ങയാലും മെർക്കുറി. പുതിയ കണക്ക് പ്രകാരം എത്രയോ കിലോ മെർക്കുറിയാണ്. മെർക്കുറി തിന്ന് ചത്താലും വേണ്ടില്ല, ലിപ്സ്റ്റിക് ഒഴിവാക്കൂല സുഹൃത്തുക്കളെ. ലിപ്സ്റ്റിക് ഒഴിവാക്കോ? ഇല്ല. കുറച്ച് ശബ്ദത്തിൽ പറയാം. ഇവിടെ കുറച്ച് ലിപ്സ്റ്റിക്. ഇന്നലെ സാരി, ഇത് അമ്മയുടെ സാരി കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ സാരികൾ വളരെ കുറവാണ്. അപ്പൊ ഞാൻ ഇതിൽ സാരി എടുക്കാൻ വേണ്ടിട്ട് അമ്മ എടുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വളകാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാരി തന്നെയായിരുന്നു പറഞ്ഞു. അമ്മയോട് പറയാണ്, നീ ഇങ്ങനെ എല്ലാവരുടെയും വളകാപ്പും മാമോദീസയും അറ്റൻഡ് ചെയ്ത് നടന്നോട്ടോ എന്നിങ്ങനെ പറഞ്ഞു. കേട്ടാലോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞുമാർക്ക് ഇപ്പൊ PS5 മേടിച്ചു കൊടുത്തല്ലേ ഉള്ളൂ, കളിച്ച് വളരട്ടെ, ആലോചിക്കാം, നമുക്ക് സ്വന്തമായിട്ട് വളകാപ്പും മാമോദീസയൊക്കെ നടത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കൂടുതലാണ്. കുറച്ചാ അത് കുറയും. മാത്രല്ല കുറച്ച്. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോ ഷവർമ കഴിച്ചപ്പോ കുറച്ച് പോയി. അപ്പൊ ഞാൻ ഇത്രയും കൂടി ടച്ച് ചെയ്തായിരുന്നേ. ഇനിയിപ്പൊ അത് ഇച്ചിരി കൂടി പോയി തോന്നുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ വരെ ടച്ച് ചെയ്യണ്ട, അവിടെ വരെ ഇങ്ങനെ വെറുതെ ഇരിക്കാം. എനിക്ക് ഈ ലിപ്സ്റ്റിക് തിന്നണൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് മീൻസ് ചുണ്ടിലിരുന്ന് കഴിഞ്ഞാൽ അധികം നേരം അത് ഇരിക്കത്തില്ല. അപ്പൊ തന്നെ കുറച്ചു നേരം കഴിയുമ്പോ തന്നെ അത് പോവാൻ തുടങ്ങും. ഞാൻ കഴിക്കണേന്റെ കൂട്ടത്തിലും പോകും. അങ്ങനെയൊന്നുമില്ല രാമണി. ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളിലാണ് വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ളത്. എന്താണ് ഇതില് ഇത്ര ഇത് ലിപ്സ്റ്റിക്കിലോ? ലിപ്സ്റ്റിക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്സ് ആണ്. അപ്പൊ എന്താ നമ്മൾ ഇട്ടിട്ടുണ്ട്? ഞാൻ ഇട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു റെഡ് ലിപ്സ് വേണം. നിനക്ക് റെഡ് ലിപ്സ് വേണോ? ലിപ്സ് അല്ല, ഒരു ന്യൂഡ് ഷെയ്ഡ്. അങ്ങനെ ഇത് ഞാൻ ഇട്ടേക്കണ ന്യൂഡല്ല. ന്യൂഡ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. എനിക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സ് ആണ് ഇഷ്ടം. ഡിപ്പെൻസ്. നിന്റെ വൈഫിന് ന്യൂഡ് ഇഷ്ടമല്ല, എനിക്ക് ചേരത്തില്ല. ബിക്കോസ് എന്റെ ഓൾറെഡി എന്റെ ലിപ്പിന്റെ ഒരു കളർ എന്ന് പറഞ്ഞ ഒരു പിങ്ക് ഷെയ്ഡാണ്. അപ്പൊ ഞാൻ അതിന്റെ മേലെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പറയണ കേൾക്കുക, ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ലിപ്സ്റ്റിക്കിന്റെ ലോജിക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ കറക്റ്റാണോന്ന് അറിയില്ല, എന്നാലും ഇവനൊന്നും മനസ്സിലാവുമ്പോൾ അങ്ങനെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പൊ ചുണ്ടൊന്നും കൂടെ ഒന്ന് ഇതാവുമല്ലോ. അപ്പൊ അതിനെ ഒന്ന് എന്താ പറയാ ഷേപ്പാക്കി നമ്മൾ വരയ്ക്കുന്നു ലിപ് ലൈനർ കൊണ്ട്. തന്നെ അതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് ഇടാത്ത കുറെ പേരുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമല്ല രാമൂട്ട. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതാണോ അപ്പൊ നീ പറഞ്ഞു വരുന്നത്? അല്ല, എന്തിനാന്ന് അറിയാനുള്ളൊരു നിന്റെ ഇഷ്ടത്തിന് ചെയ്യാം. അതുപോലെ അറിയാനുള്ളൊരു ആഗ്രഹം എനിക്കും ഉണ്ടാവൂലേ? എന്താണ് ഇത്ര ഇതിനോട് ഇത്ര ഒരു കാരണം? എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഇത് കിട്ടിയാൽ മതി. അങ്ങനെയൊന്നുമില്ലേ? അനാവശ്യം പറയുന്നോ? അതായത് പറഞ്ഞാൽ ഫുഡ് പോലെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും. ഞാൻ പറഞ്ഞു നമ്മുടെ ഇഷ്ടത്തിനാണെന്ന് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലിപ്സ്റ്റിക്, എന്റെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. എനിക്കൊരു നല്ലൊരു എന്താ പറയാ ആൾക്കാരെ അടുത്ത് സംസാരിക്കാനാണെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഉള്ളില്. നമ്മുടെ ലുക്ക് അതല്ലേ മാറ്റർ ചെയ്യുന്നത്, അല്ലേ? നല്ല വെൽ ഡ്രസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ നിനക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിൽ നിനക്ക് നല്ല സൂപ്പർ ആയിട്ട് കുട്ടപ്പനാക്കി തരുമ്പോ ഒരു മനുഷ്യന്മാരുടെ ഞാൻ പറയണത് സാധാ. അപ്പൊ അവർക്ക് എന്ന് പറയുമ്പോ ഒരു ഇത് കിട്ടുമല്ലോ. ഓക്കെ, കൊള്ളാം. അങ്ങനെ ഒരു സാധനമാണ് സത്യം പറഞ്ഞാൽ ഇതിടുമ്പോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു കുറച്ചുകൂടി കോൺഫിഡൻസ്, ഓക്കെ നമ്മൾ ഓക്കെ ആണ് എന്നുള്ള സംഭവം കിട്ടും. മനസ്സിലായോ? ഗൈസ്, എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാൻ പാട്ട് പാടാൻ പോണേണ്. ഞാൻ രാമുണ്ണിന് വേണ്ടിട്ടൊരു പാട്ട് പാടി കൊടുക്കാൻ പോണേണ്.
മൈക്ക് കുത്തിക്കോ. മൈക്കൂത്തണം. ആൾക്കാർ അപ്പൊ ഗൈസ് നമ്മളുടെ ഓൾമോസ്റ്റ് എത്താറായിരിക്കാണ്. ഇനി 10 മിനിറ്റും കൂടിയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹായ്, നല്ല തറവാട്. ഹായ്. അപ്പൊ ഗൈസ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് ശങ്കരമംഗലം എന്ന് പറഞ്ഞൊരു ഒരു ട്രഡീഷണൽ തറവാട് പോലെ ഇട്ടല്ലേ. ഇവിടെയാണ് നമ്മുടെ പരിപാടി. ഡാൻസ് പ്രാക്ടീസിലാണ് നമ്മോ. ഡാൻസ് ഒക്കെ ഉണ്ട്. സെറിമണി ഓഫ് മീനു. ഇവിടെ നമ്മുടെ രാമുണ്ട് എന്താ ചെയ്യുന്നത്? അവൻ എന്ത് ചോദിച്ചാലും ബോയ് ബേബി ആയിരിക്കും. രാമു ഓൾവേസ് ബോയ് ബേബി. ബട്ട് ഞാൻ പറയുന്നു ബോയ് ബോയാണ്. വൃന്ദ ആൻഡ് രാമു നമ്മൾ രണ്ടാളും പറയുന്നു ഒരേ സ്വരത്തിൽ ബോയ് ബേബി. രാമുവിന്റെ ഫേവറേറ്റ് ബോയ് ബേബി ആട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഞങ്ങളൊക്കെ ഒരു ബോയിയുടെ ബോയാണ്. ഞാനും ബോയ്. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, വയറ് കാണുമ്പോ ബോയ് ഞങ്ങക്ക് ബോയും ഗേളും ഉണ്ടല്ലോ. അതെ അതെ അതെ, അടിപൊളി. ഞങ്ങള് ടീം ബോയ്. അത് ഞാൻ ചെയ്തു, ടീം ബോയ്. ഹായ് അനീഷ് ചേട്ടാ. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. അതെ അതെ. എന്നാടാ ഇത് ഇവിടെ തന്നെ ബേബി കെയർ അത് നിനക്കുള്ളതാ. ബേബി വരട്ടെ, എന്നിട്ട് ബേബിക്കുള്ളത്. അതെ, ബോയ് ബേബി ആണെങ്കിൽ ഉറപ്പാണ്. കണ്ടോ? എന്താ നിന്റെ ഒരു ഊഹം എന്താ? ഞാൻ അങ്ങനെ പറയത്തില്ല. കേൾക്കുമല്ലോ, വിഷമം വേണ്ടാന്ന്. എങ്കയോ പാട്ട മാതിരി. ഹലോ, നമ്മുടെ എന്താ ഫീല്? അമ്മയാകാൻ പോകുന്നുണ്ട്. അമ്മയാകാൻ പോകുന്നത് നമ്മൾ കല്യാണം കഴിക്കാൻ അറിയില്ല എന്താണ്. കല്യാണം കഴിച്ച് അമ്മയായി എന്താണ് ഓർക്കാൻ വയ്യാന്നല്ലേ. മീനുവിന്റെ ബേബി എങ്ങനെയായിരിക്കും? എന്തായാലും എനിക്ക് അതിലൊരു തെറ്റിദ്ധാരണ എന്താ പറയുക, ഒരു വിശ്വാസമുണ്ട് എന്റെ അല്ലേ. അപ്പൊ പിന്നെ നമുക്കൊരു ഇപ്പൊ തന്നെ നല്ല ചവിട്ടും ബഹളമൊക്കെ ഡാൻസറാണ്. അതുകൊണ്ട് നല്ലൊരു കുട്ടിയായിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും പറയും, അമ്മയുടെ കുഞ്ഞ് അനുസരണമുള്ള കുഞ്ഞായിരിക്കും, അമ്മയുടെ കുഞ്ഞ് എല്ലാം കഴിക്കും, അമ്മയുടെ കുഞ്ഞ് അങ്ങനെ ആയിരിക്കും. എപ്പോഴേ പറഞ്ഞ് ചെയ്യാം. കൂടുതലും പിങ്ക് ആണല്ലോ എല്ലാവരും വോട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ പോയാട്ടോ ചെയ്ത്. അതാണ് കൂടുതലും ഗേൾസ് വന്നേക്കുന്നതുകൊണ്ട്. വോട്ട് ചെയ്തോ. ബേബി ബോയ്. ഞാൻ ഓൾറെഡി അതിനകത്ത് ചെയ്തതാണ്, എന്നാലും ഞാൻ ഇതിലിട്ടില്ല. ബേബി ബോയ്. യെസ്.
dad to be is rocking അല്ലേ? So ഓരോ നിമിഷവും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മളിതാ ചടങ്ങുകൾക്ക് പയ്യെ അങ്ങോട്ട് തുടക്കം കുറിക്കുകയാണ്. പക്ഷെ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മളിവർ വധിക്കാനൊന്നും പാടില്ലല്ലോ അല്ലേ? അതുകൊണ്ട് ആ സെഷൻ നമുക്ക് ഈ ഒരു ചടങ്ങിന് ശേഷം വയ്ക്കാം. ഓക്കെ, ഇരുന്നാ മതി. എനിക്കൊന്ന് അത്രയ്ക്ക് ഞാൻ അടുത്തിരുന്നാൽ മതി എനിക്ക് തോന്നുന്നു. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആവുമ്പോൾ കിട്ടുന്ന ഒരു കെയറും സ്നേഹവും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ അനീഷേട്ടനെന്ന് മാത്രം പറയില്ല, ഓരോ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം, എന്തെങ്കിലും നമ്മൾ കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെറുതെ ഇരിക്കണം, വെള്ളം വേണോ എന്തെങ്കിലും വേണോ, അതിപ്പോൾ ഇവിടെ നിന്ന് മാത്രമല്ല നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും പോകുമ്പോഴും. ഇന്നലെ തന്നെ ഞാൻ കുപ്പിവെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പം പോയ സമയത്ത് അവിടെ ഒരു സ്ലോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഉൾപ്പെടെ, അവിടുത്തെ സ്റ്റാഫാണ്, ആ ചേച്ചി ഉൾപ്പെടെ നമ്മളെ പതുക്കെ സൂക്ഷിച്ച് ആ ഒരു സംഭവം നമുക്ക് ശരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്. അൺലെസ് ആൻഡ് അൺടിൽ നമുക്ക് ഒരു അവസ്ഥ വരാതെ അല്ലെങ്കിൽ നമുക്കൊരു ഫേസ് വരാതെ നമുക്കതിൻ്റെ ശരിക്കുള്ള ഫീല് കിട്ടില്ല. അപ്പം ഇഫ് യു ഫീൽ ഇറ്റ് യു നോ ഇറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്കിപ്പം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മമ്മിൻ്റെ അടുത്തും ഡാഡിൻ്റെ അടുത്തും രണ്ടുപേരുടെ അടുത്തും കൂടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നീ ഒരു ഫേസിലേക്ക് കിടക്കുകയാണ് രണ്ടുപേരും. സോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മെസ്സേജ് ഷെയർ ചെയ്യാം. Don't worry, I'll be there. സെയിം തന്നെ, കുഞ്ഞുങ്ങൾ വലുതാവും, പഠിക്കും, അവർ കല്യാണം കഴിച്ച് പോകും, ബാക്കി വരുന്നത് ഞാൻ അനീഷേട്ടനുമാണ്. ആ ഒരു ബോണ്ട് കുഞ്ഞ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ അച്ഛനും അമ്മയും ആകും, പക്ഷെ ആദ്യം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. സോ ആ ഒരു സംഭവം നമ്മൾ ഒരിക്കലും മറക്കരുത്, അത്രമാത്രം. യെസ്, ഒരു കുഞ്ഞു സെഷൻ ആയിരുന്നു. അവർ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് മീനുക്കുട്ടിയും അനീഷേട്ടനും അവർ രണ്ടുപേരുടെ സ്വഭാവമുള്ളൊരു കുഞ്ഞുണ്ടാകാൻ പോകുമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാവരും വന്നതിനും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്റെയും രാമൂട്ടന്റെയും വക എല്ലാവിധ ആശംസകളും രണ്ടാൾക്കും. ഇനി കുഞ്ഞുമാവയുടെ 28 ബർത്ത്ഡേ എല്ലാ പരിപാടിക്കും എന്നെ വിളിക്കണം, എന്തായാലും വന്നിരിക്കും. തമാശ എല്ലാരും അല്ല ഞാൻ ഇവിടെ വരെ വരാന്ന് പറഞ്ഞാൽ അത്ര ഈസി അറിയാം. വന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷം. നീയും വന്നോട്ടോ, എല്ലാത്തിനും വരണേ. ഞാനും അല്ല ഇപ്പഴല്ല. ഓക്കേടാ, ശരി. അപ്പൊ ഗൈസ്, നമ്മുടെ വളകാപ്പ് സെറിമണി കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവുകയാണ്. അടിപൊളിയായിരുന്നല്ലോ രാമുട്ടാ, നല്ല ക്യൂട്ട് പ്രോഗ്രാം ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീനു എന്ന് പറയുന്ന ആള് എന്താ പറയാ, ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സൺ. അപ്പൊ എല്ലാവരും അത് ഫാമിലി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ്ങും എല്ലാവരും നല്ല കോപ്പറേറ്റിംഗ് ആയിട്ട്. അപ്പൊ അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു കാണിയായിട്ട് മൊത്തം നോക്കാന്നുള്ള നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു തിരക്കും ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞങ്ങളും പറഞ്ഞതാ. വളരെ പതുക്കെ എല്ലാം മതി, എന്തിനായി തിരക്ക് എന്നുള്ള രീതിയിൽ. അപ്പോ പിന്നെ ആള് അമ്മയും അച്ഛനും ആവാൻ പോണ അനീഷേട്ടനും മീനും അമ്മയച്ഛനാവാൻ പോണേ നമ്മളോടത്ത് ഭയങ്കരമായിട്ട് എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ മതി, പക്ഷെ ഇതിന്റെ കുറെ നല്ല ചീത്തയൊക്കെ ഉണ്ട്. വേഗമായാലാണ് നല്ലത്. തീപിനെ ആളെ കൂട്ടാനേ എവിടെ ചെന്നാലും ഇതാണുള്ളൊരു അമൗണ്ടാ നമ്മളോട്. അപ്പൊ അങ്ങനെയൊക്കെ. ബട്ട് നല്ലൊരു മൊമെന്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കാണുന്നില്ല. എനിക്ക്
കല്യാണത്തിനും എനിക്ക് ഹൗസ് വാമിങ്ങിനൊന്നും വരാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും വന്നത് നല്ല കാര്യം. എനിക്ക് കുറേ നാളെ നമ്മൾ ഈ പുറത്ത് വെച്ച് പരിപാടിക്ക് മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളുടെ ഒരു പേഴ്സണൽ ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റിയ എനിക്ക് ഒരുപാട് സന്തോഷം ഗൈസ്. മീനുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രേയേഴ്സും നേരുന്നു. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് വേഗം എറണാകുളം പിടിക്കട്ടെ. നമുക്കിനി 3 മണിക്കൂറുണ്ട് അല്ലേ? പാട്ടൊക്കെ ആയിട്ട് നമ്മളിനി മാപ്പ് പറയുന്നതാണ് ഗൈസ്, അപ്പൊ കുറച്ച് സമയം എടുക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.